ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ എൻ്റെ കസിൻസിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. വൈകുന്നേരം 5:30 തൊട്ട് രാത്രി 10:00 വരെയായിരുന്നു പരിപാടി. ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന തന്നെ നിവിൻ പോളി, ജൂഡ് ആന്റണി ജോസഫ്, പിഷാരടി ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ അറിയാലോ, മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്തൊരു പരിപാടിയായിട്ടോ എനിക്ക് തോന്നിയത്. അതായത് ഓരോ ഇവന്റും അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളും എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. എല്ലാ ഇവന്റ്സും പ്രൊഫഷണലി ക്യൂറേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. എനിക്കെന്തോ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിട്ട് വന്നത്. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ പണ്ടൊട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ മിക്ക എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും അക്കാഡമിക്സിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പഠിക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വൻ പുച്ഛത്തോടെയാണ് അവർക്ക് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പല സ്കൂളുകളും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ശരിക്കും ആലോചിച്ച് ഇതന്നെ ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ടീം വർക്ക്, കോൺഫിഡൻസ്, പേഴ്സണാലിറ്റി ഇതെല്ലാം നല്ലപോലെ ബൂസ്റ്റ് ചെയ്യല്ലേ. അല്ലാതെ ഈ പുസ്തകങ്ങൾ അടിച്ചു വരുന്ന പല കാര്യങ്ങളും നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ച് പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയണേ. എക്സ്ട്രാ കരിക്കുലേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പോയിന്റ് വേറെ ഒന്നല്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളുടെ സ്കിൽ എൻഹാൻസ്മെന്റിനും അതേപോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റിനും ഏറ്റവും അധികം വേണ്ടത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തന്നെയാണെന്നാണ് എന്റെ ഒപ്പീനിയൻ. അപ്പം പല സ്കൂളുകളും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഇറ്റ് ഫീൽസ് റൈറ്റ്.